ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ബോക്സ് ഫുട്ബോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാൾ ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. അവസാനം മറ്റേ നെല്ലിപ്പല കണ്ട പോലെ തംബ്നെയിൽ കണ്ട പോലെ തന്നെ റോയ്ക്കിനെ പറ്റിയാണ് വീഡിയോ. റോയ്ക്കിൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റും കൂടെ ആയപ്പോഴത്തേക്കും എൻ്റെ ക്ഷമ കെട്ടു. അതായത് ഒരു വീഡിയോ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടി. ഇപ്പോൾ അശ്വത്ഥൊക്കെ മറ്റേ പട്ടികളെ ഞങ്ങൾ വിളിച്ച് ചെയ്തില്ലേ, അതുപോലെ ചെയ്യണമെന്നുണ്ട്. പക്ഷേ ആകെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി നമ്മുടെ ക്ലബ് ക്യാപ്റ്റൻ ആയിരുന്നു, വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ക്ലബ് ക്യാപ്റ്റൻസ് എവർ ആയിരുന്നു. അതുകൊണ്ട് മാത്രം ആ റെസ്പെക്റ്റ് ഉള്ളതുകൊണ്ട് മാത്രം തെറിവിളികളൊന്നും ഇല്ലാതെ കാര്യത്തിലേക്ക് കിടക്കാം. എന്താണ് മിസ്റ്റർ നിങ്ങളുടെ പ്രശ്നം? എനിക്കൊന്നും മനസ്സിലായി. അതായത് പുള്ളിക്ക് എല്ലാവരെയും പ്രശ്നമാണ്, ആർക്കും കടിച്ചു കൊടുക്കാൻ വയ്യ. പുള്ളിക്കെന്നല്ല, ഒരുപാട് ലെജൻസ് നമ്മുടെ ലെജൻസ് അറിയാമല്ലോ, നിങ്ങൾക്ക് പേര് പറഞ്ഞാൽ തന്നെ അറിയാം. നിക്കി ബഡ്, പോൾ സ്കോൾസ്, ഗാരി നെവിൽ, എല്ലാവർക്കും ഭയങ്കര പ്രശ്നമാണ്. എനിക്ക് അറിയത്തില്ല ഇതെന്താണ്, ഇവർക്ക് മാനേജേഴ്സായിട്ട് സക്സീഡ് ചെയ്യാൻ പറ്റാത്തതാണോ, ബേസിക്കലി അവർക്ക് മാനേജേഴ്സായിട്ട് സക്സീഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവർക്കാകെ ഉള്ളത് ഈ പണ്ടിട്രി എന്നുള്ള പേരും വെച്ചിട്ട് എന്ത് വേണം പറഞ്ഞു വെക്കാം. അതിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സെല്ലിംഗ് പോയിൻറ്റ്സ് ആയതുകൊണ്ടും ഇവർ ഭയങ്കര ലെഗസി ഉള്ള പ്ലെയേഴ്സ് ആയതുകൊണ്ടും ഇവർക്ക് എന്തും പറയാം എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. കോൾ ഔട്ട് ചെയ്യണം കെയിനൊക്കെ അനാവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കെയിൻ്റെത് മാത്രമായിട്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാം, ചെറുതാക്കാൻ വേണ്ടി ഞാൻ പറയാം. ആദ്യം പുള്ളിയുടെ കാര്യം എന്ന് വെച്ചാൽ എന്താ, പുള്ളി ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടു. അതാണ് എന്നെ ഇതിനകത്തോട്ട് ഇപ്പം നിങ്ങൾ കാണിച്ചു തരാം. അതായത് ചില കഴുതകൾക്ക് അറ്റൻഷൻ കിട്ടുമ്പോൾ കഴുത ചിലപ്പം സിംഹമാണെന്ന് വിചാരിക്കുമെന്നാണ് ഇട്ടിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സീരീസ് ഓഫ് ഇവൻറ്റ്സ് ആണ്. അതായത് ആദ്യം ബ്രൂണോ അതായത് 20 അസിസ്റ്റ് നേടി നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെ കളിയാൻ തോന്നുന്നു. 20 അസിസ്റ്റ് നേടി റെക്കോർഡിന് ഒപ്പം എത്തിയപ്പോഴത്തേക്കും ബ്രൂണോയുടെ ഒരു ഇൻ്റർവ്യൂവിൽ, അതായത് ഓൺ പിച്ച് ഇൻ്റർവ്യൂ തന്നെ ബ്രൂണോ പറഞ്ഞു, ഐ ഷുഡ് ഹാവ് പാസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ഷൂട്ടിംഗ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. അതിനെ നേരെ ട്വിസ്റ്റ് അടിച്ചിട്ട് റോയ്ക്കിൻ്റെ ഇൻ്റർവ്യൂവിൽ എന്താണ് ഈ ഇൻഡിവിജ്വൽ റെക്കോർഡ്സ്, മറ്റൊരു മറിച്ചാണ്, ടീമല്ലേ ആദ്യം വേണ്ടത്, ഇൻഡിവിജ്വൽ റെക്കോർഡ്സിന് വേണ്ടി കണ്ടില്ല അവന് പാസ് കൊടുത്തിട്ട് എംബോമ് മിസ്സാക്കിയപ്പോഴത്തേക്ക് എന്തിനാണ് ഫ്ലോർ വീണത്, ആർക്ക് വേണ്ടിയാണ്, അവന് വേണ്ടി എന്തിനാണ് ഇൻഡിവിജ്വൽ റെക്കോർഡ്സ് ചേസ് ചെയ്യുന്നത്, മറിച്ചാണെന്നൊക്കെ. ഇത് ഇൻഡിവിജ്വൽ റെക്കോർഡ്സും ഇൻഡിവിജ്വൽ അവാർഡ്സും ഒന്നും അല്ലാത്ത ആണെങ്കിൽ റോയ്ക്കിനെ നിങ്ങൾ 2000-ലെ FWയുടെ ബെസ്റ്റ് പ്ലെയറായിട്ടും പ്ലെയറൊക്കെ ആയിട്ട് 2000-ലായപ്പോഴത്തേക്കും സൂപ്പർ ടോക്സ് ഇടാൻ കെട്ടി, ടൈയൊക്കെ കെട്ടി, സ്യൂട്ടൊക്കെ കെട്ടി മിടുക്കനായിട്ട് പോയി അവാർഡ് മേടിച്ച് ചിരിച്ചുകൊണ്ട് വന്നല്ലോ. നിങ്ങൾ അത്ര ഇൻഡിവിജ്വൽ അവാർഡ്സിനോട് വെറുപ്പാണെങ്കിൽ നിങ്ങളത് കളയണമായിരുന്നു. പിന്നെ റൊണാൾഡോ ആണ് 2000-ങ്ങളെ ഏറ്റവും ബെസ്റ്റ് പ്രീമിയർ ലീഗ് പ്ലെയർ ബിക്കോസ് ഓഫ് ഹിസ് ജോ ഡ്രോപ്പിംഗ് ഇൻഡിവിജ്വൽ പെർഫോമൻസസ് എന്നൊക്കെ പലയിടത്തും ഘോരം ഉണ്ടായിരുന്നു നിങ്ങൾ. അപ്പോൾ ആ സമയത്തൊന്നും ഈ ഇൻഡിവിജ്വൽ സാധനങ്ങൾ എവിടെ നിന്ന് വന്നു? ഇനിയിപ്പോൾ നിങ്ങൾ പറയുകയാണ് ആ സമയത്ത് റൊണാൾഡോ കാരണം ശരിയായെന്നു, അങ്ങനെയൊന്നുമല്ല. ടീം വാസ് വെരി ഗുഡ്, അതൊന്ന്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പറയുന്നത് ബ്രൂണോ കിടിലം പ്ലെയറും കിടിലം ക്യാപ്റ്റനും ആണെങ്കിൽ എന്താണ്, നിങ്ങൾ ബ്രൂണോ കളിക്ക് ചുറ്റും, അതായത് ബ്രൂണോയ്ക്ക് ചുറ്റും കളിക്കുന്നവരെല്ലാവരും കിടിലങ്ങളാക്കിയേനെ. അങ്ങനെയൊന്നും മോഡേൺ ഡേയിൽ ഇപ്പോൾ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൂണോയുടെ ഓൺ ഫീൽഡ് ആക്ടിവിറ്റീസ്, അതായത് കരയുക, മൂങ്ങുക, ഇതൊക്കെ ഒരു ക്യാപ്റ്റന് ചേർന്ന പണിയാണ്. അപ്പോൾ നിങ്ങൾ ക്യാപ്റ്റനായിട്ട് ചെയ്ത കാര്യങ്ങൾ ഞാൻ പറയട്ടെ. ടണലിൽ നിന്ന് അടി ഉണ്ടാക്കുക, ഭയങ്കര അൺപ്രൊഫഷണലായിട്ട് ബിഹേവ് ചെയ്യുക, അൺഎത്തിക്കലായിട്ട് ബിഹേവ് ചെയ്യുക, ചേസിങ് റഫറി. ബ്രൂണോക്കെ റഫറിയുടെ മുമ്പിൽ പോയിട്ട് എത്ര പ്രാവശ്യം ചോദിക്കുന്നു എന്നാണോ? നിങ്ങളൊക്കെ റഫറികളെ കൊല്ലാൻ പോകുന്ന പോലെ പോയിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ടത്. അപ്പം അതെന്ന് പറഞ്ഞാൽ ഇപ്പോഴൊക്കെ റൂൾസ് ഭയങ്കര സ്ട്രിക്റ്റാണ്. റോയ്ക്കിൻ എഴുതി വെച്ചോ, റോയ്ക്കിൻ കാണിച്ചുകൊണ്ടിരുന്ന ഓൺ പിച്ച് സാധനങ്ങളിൽ റോയ്ക്കിനൊക്കെ ആൽഫി ആലൻ്റെ മേലുള്ള ടാക്കിളിലൊക്കെ ലൈഫ് ടൈം ബാൻ കിട്ടേണ്ട സാധനങ്ങളാണ് ഇപ്പോഴത്തെ കറണ്ട് സിനാരിയോയിൽ. വാറും എല്ലാം വന്നിരിക്കുന്ന സമയങ്ങളിൽ വാട്ട് എവർ യു ഹാവ് ഡൺ, പകുതി കാര്യങ്ങളും ചിലപ്പം നിങ്ങൾക്ക് ആർട്സിലോട്ടോ സസ്പെൻഷനിലോട്ടോ പോയേനെ. പിന്നെ സെറ്റിംഗ് ഹൈ സ്റ്റാൻഡേർഡ്സൊന്നും പാഷൻ കാണിക്കുന്നത് എപ്പോഴും അഗ്രഷൻ ആവണമെന്നൊന്നുമില്ല. അത് ഭയങ്കര റോങ് നോഷനാണ്. ഒരുമാതിരി ഒരു ആൽഫ മെയിൽ ഈഗോ അങ്ങ് എല്ലാവരിലോട്ടും എത്തിക്കുക, അതുവഴി നിങ്ങൾക്ക് പാഷൻ ഉണ്ടെന്ന് തെളിയിക്കാൻ പറ്റുള്ളൊന്നുമില്ല. മോഡേൺ ഡേ ഫുട്ബോളിൽ ഇപ്പം ഒഡഗാർഡാണ് ആഴ്സണലിലെ ചാൻസിൽ പ്രീമിയർ ലീഗ് പൊക്കിയത്. ഒഡഗാർഡ് എവിടെയാണ് അഗ്രഷൻ കാണിച്ചിട്ടുള്ളത്? ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ജസ്റ്റ് അഗ്രഷൻ കാണിക്കുക, 10 ടാക്കിൾ ഫ്ലൈ ചെയ്തിടുക, ബാക്കിയുള്ള ടീംമേറ്റ്സിനെ ഗ്രൗണ്ടിൽ വെച്ച് തന്നെ തെറി വിളിക്കുക. റോയ്ക്കിൻ എങ്ങനെയാണ് മാൻ യുണൈറ്റഡ് വിട്ടതെന്ന് ചിലർക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. 2005 റോയ്ക്കിൻ പുറത്തിരുന്നപ്പോൾ മിഡിൽസ്ബ്രോയോട് 4-1 തോറ്റതിൻ്റെ പേരിൽ പുള്ളി ആ സമയത്ത് എന്തോ ടോ ഇഞ്ചുറിയും കണ്ടിട്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് പുള്ളിയായിരുന്നു ക്ലബ് ക്യാപ്റ്റൻ ആയിരിക്കെ ആ കളി തോറ്റതിൻ്റെ പേരിലും MUTVയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അത് ഇതുവരെ പുറത്തു വിട്ടിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അത് പുറത്തു വിടാൻ പറ്റില്ലെന്ന് സർ അലക്സ് ഒരു പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത്. കാര്യം അത്ര മോശമായിട്ടാണ് അന്ന് കളിച്ചവരെയും ഈവൻ യങ്സ്റ്റേഴ്സായിട്ടുള്ള റിയോ ഫെർഡിനാൻഡൊക്കെ പോലുള്ള കുറേ പേരെ നല്ല രീതി നിങ്ങൾ ഇവിടെ വന്നതോടുകൂടി കിടിലങ്ങളായെന്ന് വിചാരിച്ചോ, അങ്ങനെയൊന്നും അല്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര രീതിയിൽ
ട്രാഷ് ടോക്ക് ചെയ്ത ഒരു ഫുട്ടേജ് ആയതുകൊണ്ട് അവരതൊന്നും ഇട്ടില്ല. മാത്രമല്ല ഡ്രസ്സിങ് റൂമിലും ഭയങ്കര രീതിയിൽ ബാക്കിയുള്ള പ്ലെയേഴ്സിനെ താത്തിക്കെട്ടി സംസാരിച്ചതിൻ്റെ പേരിൽ ഫെർഗൂസൺ ഗെറ്റ് ഔട്ട് അടിച്ചതാണ് നമ്മുടെ റോയ് കീനെ. മാത്രമല്ല റോയ് കീൻ്റെ അടുത്ത ഡിസിപ്ലിൻ എന്ന് പറയാനല്ല, ഇയാൾ ഈ പറയുന്ന ഈ സ്റ്റാൻഡേർഡ്സ്, ഇയാൾക്ക് എപ്പോഴും ഭയങ്കര സ്റ്റാൻഡേർഡ്സ് വേണമെന്ന് പറഞ്ഞാൽ റിയലിസ്റ്റിക് സ്റ്റാൻഡേർഡ്സ് ഒക്കെ ആവാം ചിലപ്പോഴൊക്കെ. ഇപ്പോൾ യുണൈറ്റഡിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം, യുണൈറ്റഡ് റീബിൽഡിലോട്ടാണ് പോകുന്നത്. ബ്രൂണോ എന്ന് പറയുന്ന ഒരു ടാലിസ്മാനിക് ഫിഗറാണ്. ബ്രൂണോ എന്ന് പറയുന്ന ഒരാൾ കാരണം തന്നെയാണ് നമ്മൾ നന്നായിട്ട് ഈ സീസണിൽ പെർഫോം ചെയ്തത്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് പോലും ഇയാളുടെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, ഇയാൾ ഒട്ടും റിയലിസ്റ്റിക് അല്ല എന്നുള്ളതിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇയാൾ 2002 വേൾഡ് കപ്പിന് അയർലൻഡ് സ്ക്വാഡിൽ പോയിട്ട് അവിടെ പല കാര്യങ്ങളിലും ചിലതൊക്കെ അയാൾക്ക് കറക്റ്റാണ് അയാൾ പറയുന്നത്. ചിലപ്പം മീൽസും അങ്ങനെയൊന്നും നല്ല സ്റ്റാൻഡേർഡ്സ് ഒന്നും ഉള്ളതൊന്നും അല്ലായിരുന്നു. ചില പ്ലെയേഴ്സൊക്കെ വെറുതെ ഹോളിഡേ എൻജോയ് ചെയ്യാൻ വന്ന പോലെയാണ് വേൾഡ് കപ്പ് കളിക്കാൻ വന്നത്. ചിലർക്ക് ഒരു ഹോപ്പൊന്നും ഇല്ലായിരുന്നു. ബട്ട് ഇറ്റ്സ് അയർലൻഡിനെ വെച്ച് വേൾഡ് കപ്പ് അടിക്കണം എന്ന് പറഞ്ഞാണ് ഫെർഗൂസനെ കണ്ട ഇവിടെ പറയുന്നുണ്ട്, അവൻ പോയത് തന്നെ വേൾഡ് കപ്പ് അടിക്കണമെന്ന് പറഞ്ഞാൽ പോയത്. പക്ഷേ അതൊരു റിയലിസ്റ്റിക് ടാർഗറ്റ് അല്ല അയർലൻഡിന് അന്നുകൊണ്ട്. അത് മിക്ക് മക്കാർത്തി എന്ന് പറഞ്ഞ് പുള്ളിയുടെ കൂടെയൊക്കെ തന്നെ കളിച്ചുകൊണ്ടിരുന്ന ഒരു പുള്ളിയാണ് പിന്നീട് മാനേജറായി അയർലൻഡ് വരുന്നത്. അപ്പോൾ മിക്ക് മക്കാർത്തി നല്ല രീതിക്ക് തെറി വിളിച്ച് അത് ഓരോ ബുക്സിൽ എഴുതിയിട്ടുണ്ട്. ഭയങ്കര മോശം രീതിയിലാണ് പുള്ളി മിക്ക് മക്കാർത്തിനെ അഡ്രസ്സ് ചെയ്തതെന്നും ഓരോന്നൊക്കെ തെറി വിളിച്ചിട്ട് സ്റ്റാൻഡേർഡ്സ് ഒട്ടും പോരാ, പിന്നെ അങ്ങനെ ഓരോ പരിപാടികൾ കാണിച്ചാണ് പുള്ളി അവസാനം അവിടുന്ന് ഗെറ്റ് ഔട്ട് അടിച്ചു. പുള്ളി ക്ലബ് കൺട്രി ക്യാപ്റ്റനും കൂടെ ആയിരുന്നു നോർത്താണ്. പുള്ളി അവിടുന്ന് ക്ലബ് വേൾഡ് കപ്പ് സ്ക്വാഡിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഒരു ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ അതായിരുന്നോ ചെയ്യേണ്ടിയിരുന്നതെന്ന് ക്വസ്റ്റ്യനബിളാണ്. നിങ്ങൾക്ക് പലതും ചെയ്യാം. റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്ന സാധനം സെറ്റ് ചെയ്യുക. അതായത് ഇപ്പം നിങ്ങളുടെ യുണൈറ്റഡ് ഭയങ്കര കിടിലമായിരുന്ന സമയത്ത് തന്നെ പലതും നടന്നേക്കാം. പക്ഷേ ഇപ്പം നിങ്ങളെ കണ്ണുകൊണ്ട് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യുണൈറ്റഡ് റീബിൽഡിലും ഷിറ്റ് ഷോയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ടോപ്പ് 3 ഫിനിഷ് ഈസ് എ വെരി ഗുഡ് തിങ്. നമുക്ക് ചാമ്പ്യൻസ് ലീഗ് കിട്ടുന്നതൊക്കെ ഗുഡ് തിങ് ആണ്. അപ്പോൾ അതിനെയൊക്കെ ക്യാൻസൽ ചെയ്യുന്ന രീതിയിൽ ബ്രൂണോ എന്ന് പറയുന്ന ഒരു പ്ലെയറിൻ്റെ ഇൻഡിവിജ്വൽ റെക്കോർഡ്സിന് ഗാരി നെവിൽ ഓൾസോ സെഡ് ദ സെയിം. അവർക്കൊക്കെ എന്തോ പ്രശ്നമുണ്ട്. ഗാരി നെവിലിനോട് ബ്രൂണോയുടെ അസിസ്റ്റൻ്റ് കാര്യം ചോദിച്ചപ്പോൾ ഗാരി നെവിൽ ആദ്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആണോ ബ്രൂണോ എടുത്തല്ലേ, ഓക്കെ ശരിയാ, അത് എനിക്കറിയില്ല കേട്ടോ എങ്ങനെയാണ് ഇൻഡിവിജ്വൽ അവാർഡ്സ് എന്ന കാര്യം. ഞാനൊക്കെ കളിക്കുമ്പോൾ ഇൻഡിവിജ്വൽ അവാർഡ്സ് ഒന്നും ഞാൻ നോക്കാറൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ റൊണാൾഡോനെ പോലുള്ളവരൊക്കെ നോക്കുമായിരുന്നു. അതിപ്പോൾ അവർക്കൊക്കെ അറിയുള്ളൂ ഇതിൻ്റെ എത്ര കിക്ക് കിട്ടുന്നുണ്ടെന്ന്. എനിക്കറിയില്ല, ഞാനങ്ങനെ നോക്കിയിട്ടില്ല. അങ്ങനെ ബ്രൂണോയ്ക്ക് കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് ഓക്കെ, കൺഗ്രാജുലേഷൻ. ഇതെന്തൊരു കൺഗ്രാജുലേഷൻ, ഇതുള്ള ഇവർക്കൊക്കെ സീരിയസ് ഈഗോ ഇഷ്യൂസ് ഉള്ള ഒരുപാട് ടീംസാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ ബ്രൂണോ പാസീവ് ഷൂട്ട് ചെയ്യുന്നുള്ള സ്കീമുണ്ടല്ലോ, അത് റോയ്ക്കിൻ ഉൾട്ട അടിച്ച് പറഞ്ഞു. അതായത് ഏത് ക്യാപ്റ്റനാണ് അയ്യോ പാസ് ചെയ്യണമായിരുന്നു, ഷോട്ട് അടിക്കണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ ഏത് ക്യാപ്റ്റനാണ് പറയുന്നത് എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ വന്നു. അപ്പം അതായത് ഏതൊരു വേ ആണ് വന്നത്. അപ്പം ഇതിന് ബ്രൂണോ എന്ത് മറുപടി കൊടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ എന്ത് വേണം ക്രിട്ടിസൈസ് ചെയ്തോ, എന്ത് വേണം ഇത് ചെയ്തോ, നിങ്ങൾ എനിക്ക് പ്രശ്നമൊന്നുമില്ല, അതെല്ലാം ഞാൻ അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ ഞാൻ പറയാത്ത കാര്യം ട്വിസ്റ്റ് ചെയ്ത് പറയരുത്, അത് കള്ളമാണ്, അതെനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞു. അതും അതിൻ്റെ കൂടെ തന്നെ ബ്രൂണോ കൂട്ടിച്ചേർത്തു. അപ്പം ഇത് വേറൊരു പോഡ്കാസ്റ്റ് കേട്ടോ, അതിൽ ബ്രൂണോ കൂട്ടിച്ചേർത്തു. ഞാൻ ഒലയുടെ അടുത്ത് നമ്പർ വരെ ചോദിക്കാമെന്ന് വിചാരിച്ചാണെന്ന് സംസാരിക്കാൻ, പിന്നെ വേണ്ടാന്ന് വെച്ചൊന്നും കണ്ടാണ് പുള്ളി പറയുന്നത്. അപ്പോൾ അതിൻ്റെ വലിയ ഒരു മാസ് റിപ്ലൈ ആയിട്ട് ഒരു സോ കോൾഡ് മാച്ചോ മാൻ ആൽഫ മെയിൽ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നു ഇങ്ങനൊരു സ്റ്റോറി. അതായത് മറ്റേ കഴുത കുറേ അറ്റൻഷൻ കിട്ടുമ്പോൾ കഴുത സിംഹമാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഈഗോയുടെ കൊടുമുടികളാണ്. ഫെർഗൂസനെ ഞാൻ നമിച്ചു. ബിക്കോസ് ഇമാതിരി ഈഗോ ടീംസിനെയൊക്കെ സ്കോൾസ് നിക്കിബട്ടും സ്കോൾസും ആണെന്ന് തോന്നുന്നു. മറ്റേ സ്കോൾസൊക്കെ ചുമ്മാ കാരിക്കിനെയൊക്കെ കുറ്റം പറയാം. എല്ലാവരും കാരിക്കിനെതിരാണ്, അത് വേറെ കാര്യം, അതിനി അടുത്ത സീസണിൽ നമ്മൾ സഹിക്കണം. പക്ഷേ സ്കോൾസ് ചുമ്മാ നിക്കിബട്ടുമൊക്കെ ഡിസാൻഡ്രോ മാർട്ടിനസിനെയൊക്കെ പൊക്കത്തിൻ്റെ ഒരു കുറ്റം പറഞ്ഞു. അതിനാർക്കും എന്താ പറയുക, ഒരു അപ്പോളജിയും പറയാൻ താല്പര്യമില്ല. സ്കോൾസിനും മറ്റേ ഗാരി നെവിലിനും ആരും ഒന്നിനും അപ്പോളജീസ് ഇല്ല. റോയ്ക്കിനും അപ്പോളജി ഇല്ല. ഇത്രയും ഈഗോ പിടിച്ചവന്മാർ, അതും സ്വന്തം ക്ലബ്ബൊക്കെ ആകുമ്പോഴത്തേക്കും പണ്ഡിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ന്യൂട്രൽ ആവണമെന്നേ ഉള്ളൂ. ഇങ്ങനെ കടന്നിട്ട് ഉപദ്രവിക്കണമെന്നൊന്നുമില്ല. ആ ഇയാൻ റൈറ്റൊക്കെയാണ് നമുക്ക് വേണ്ടി, ആഴ്സണൽ ലെജൻഡായിട്ടുള്ള ഇയാൻ റൈറ്റൊക്കെയാണ് നമുക്ക് വേണ്ടി സപ്പോർട്ടെങ്കിലും ചെയ്യുന്നത്. ബ്രൂണോ എന്ന് പറയുമ്പോഴേ ഒരു വികളിയാണ്. ബ്രൂണോ ഇസ് നോട്ട് എ ഗുഡ് ക്യാപ്റ്റൻ മറ്റാണോ പറയും. ബ്രോ മുഖത്ത് മറ്റേ റഫ് ഫേസ് വിട്ട് ടണലിൽ ചെന്ന് മറ്റേ മൂക്കും വലിച്ച് 2-3 ശ്വാസം ഇട്ടിട്ട് അതല്ല, ഓക്കെ, അത് മാത്രമല്ല സാധനം. അതാണ് യഥാർത്ഥ പാഷനെന്നും ഇടയ്ക്ക് 2 അടിയൊക്കെ കൊടുക്കണം. ഫുട്ബോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ചവിട്ടൊക്കെ എതിരാളിയുടെ കാല് ചവിട്ടി അവൻ്റെ കരിയർ എൻഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വിചാരിച്ചിരിക്കുന്നത്
അതല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന പരിപാടി. ഓക്കെ, ഇനി ഇതൊക്കെ ഐഡിയലൈസ് ചെയ്താണ് നാട്ടിലെ സെവൻസിലും കോളേജിലെ സെവൻസിലും ഒക്കെ. എൻ്റെ കോളേജിലൊക്കെ ഒരുപാട് സെവൻസ് നടന്നിട്ടുണ്ട്. ഞാനൊക്കെ ആലോചിക്കും, അതിലും പകുതി മുക്കാൽ സമയം അടിയാണ്. ഞാൻ ആലോചിക്കുന്നുണ്ട്, എന്തിനാണ്, ഇതാണോ നിങ്ങളുടെ പാഷൻ കാണിക്കുന്നതാണോ ഈ അടി കൂടുന്നത്? ഓർ എവിടെ നിന്നൊക്കെ അറ്റൻഷൻ കിട്ടുന്നു, ഭയങ്കര രീതിയിൽ എന്താ ആൾക്കാർ നമ്മളെ നോക്കുന്നു, നോട്ടീസ് ചെയ്യുന്നു, അതിനൊക്കെ ആയിരിക്കും മേ ബി. അല്ലാതെ ഈ അടി വെറുതെ ഒക്കെ അടിയാണ്. കളിക്കുന്നതിൻ്റെ ഇടയിൽ അഗ്രഷൻ കാണിക്കുന്നതിന് ഭയങ്കര വലിയ എന്തോ കാര്യമാണെന്നുള്ള രീതിയിൽ ഒരുമാതിരി മറ്റേ മെയിൽ ഈഗോ, ആൽഫ മെയിൽ ആ ഒരു ടാഗും ഒക്കെ കിട്ടാൻ വേണ്ടിയായിരിക്കും. ഐ ആം നോട്ട് എ ബിഗ് ഫാൻ ഓഫ് ഇറ്റ്. നിങ്ങൾക്ക് വേറെ അഭിപ്രായം കാണും. എനിക്കത് തീരെ പറ്റില്ല. ആൻഡ് ഓർഗാനിക് ആയിട്ടുള്ള അടിയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ചില എൽ ക്ലാസിക്കോകൾ പഴയ എൽ ക്ലാസിക്കോ പോലെ ആക്കാൻ വേണ്ടി ചുമ്മാ ഒക്കെ കയറി അടി കൂടുന്ന കണ്ടിട്ടുണ്ട് ഈ റീസെൻ്റ്ലി തന്നെ. സോ എന്താണ് ഈ പാഷൻ എന്ന് പറയുന്നത്? അഗ്രഷൻ കാണിക്കുന്നത് ഇങ്ങനെയാണോ എന്നൊക്കെ ഉള്ള രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾ അഗ്രഷൻ കാണിച്ചാലേ നോട്ടീസ് ചെയ്യപ്പെടുകയുള്ളൂ. ആ തിയാഗോ സിൽവ എന്ന് പറയുന്ന മനുഷ്യൻ എത്രയോ ബിഗർ CB ആണ്, പക്ഷേ അയാളൊന്നും ആരും ഈ രീതിയിലൊന്നും എടുത്തുകൊണ്ട് തലയിൽ പോയിക്കൊണ്ട് നടക്കത്തില്ല. കാര്യം അയാൾ മാന്യമായിട്ട് കളിച്ചു. അയാൾ ഷോ ഓഫ് ഒന്നും കാണിച്ചില്ല. ഈ ഷോ ഓഫാണ് നിങ്ങളുടെ ക്ലബ് പാഷൻ കാണിക്കേണ്ടതെങ്കിൽ ഐ ഡോണ്ട് നോ, ഐ എം നോട്ട് എ ബിഗ് ഫാൻ ഓഫ് ഇറ്റ്. നിങ്ങൾക്ക് വേറെ അഭിപ്രായങ്ങളൊക്കെ ആണ്, അതൊക്കെ കമൻസിലിടാം. ബട്ട് ഐ നീഡ് ടു ടോക്ക് അബൌട്ട് ഇറ്റ് എന്ന് തോന്നി. ഞാൻ നല്ല ടയർഡാണ്, എന്നാലും എനിക്ക് ആ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയും കൂടെ കണ്ടതിന് ശേഷം എനിക്ക് തീരെ പറ്റുന്നില്ല. സോ നിങ്ങളുടെ തോട്ട്സ്, ഈ അബ്സല്യൂട്ട് അമ്മാവനെ പറ്റിയുള്ള നിങ്ങളുടെ തോട്ട്സ് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ എഴുതുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ